കുറച്ച് മരണ വീട്, അല്ലെങ്കിൽ കുറച്ചല്ല, ഒരു മരണ വീട്, അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ, രസകരമായ കാര്യങ്ങൾ, ഇത് നർമ്മത്തിൽ അവതരിപ്പിച്ച ഒരു പടമാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ. അനശ്വര രാജൻ, നമ്മുടെ എന്താണ് അവൻ്റെ പേര്, സിജോ സണ്ണി, ജോമോൻ ജ്യോതിർ, ബൈജു, അസീസ്, നോബി, അങ്ങനെ ഒരുപിടി നല്ല രസമുള്ള ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ആദ്യം കാണിക്കുന്നത് അനശ്വരയുടെ കല്യാണം ഉറപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി അത്യാവശ്യം ടോക്സിക് ആണ്. അപ്പോൾ ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകാരെ പേടിച്ചിട്ടാണെങ്കിലും നമ്മുടെ ചില വീട്ടുകാരുണ്ടല്ലോ, അയ്യോ അത് പറ്റില്ല. ഇതിൽ കരയോഗം നമ്മുടെ ആളുണ്ട് ബൈജു, കിടിലൻ റോളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനശ്വരൻ്റെ അമ്മമ്മ മരണപ്പെടുന്നത്. പിന്നീട് ആ മരണ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ അധികം നല്ല തമാശകളുള്ള സിനിമയാണ്. അതായത് സിറ്റുവേഷണൽ കോമഡി അത്യാവശ്യം നല്ലോണം ഉണ്ട്. കാരണം ഇവിടെ അതായത് നമുക്കറിയാം, ഒരു മരണ വീട്ടിൽ ഈ വീട്ടുകാരൻ്റെ ഒരു മാനസികാവസ്ഥ പരിഗണിക്കാതെ നാട്ടുകാരും ഈ അകന്ന ബന്ധുക്കളൊക്കെ വരുമല്ലോ, അതിൻ്റെ ഓരോ അഭിപ്രായങ്ങൾ പറയുക. ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണം, കത്തിക്കാം, വേണ്ട, കുഴിച്ചിടുക, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നാട്ടുകാരിലെ ചിലവർ പ്രമാണികളുണ്ടല്ലോ, അവർ പറയും അങ്ങനെ ചെയ്യണം, ചടങ്ങാണ് എന്ന് പറഞ്ഞ് അവർക്ക് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. അപ്പോൾ അത് അത്രത്തോളം മറ്റുള്ളവർ വിഷമിപ്പിക്കും എന്നുള്ള രീതിയിൽ പോകുന്ന അത്യാവശ്യം ഒരു ഹ്യൂമറിന് സാധ്യതയുള്ള സിനിമയാണ് ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാനും പറ്റി. ചുമ്മാ ഒരു രസകരമായിട്ടൊരു കോമഡി പടം. എന്താ പറയുക, ഞാൻ ഈ കുബേര കാണാൻ പോകുന്ന സമയത്ത് അടുത്ത സ്ക്രീനിലുള്ളത് ഈ സിനിമയായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് പോയാൽ മതിയായിരുന്നു തോന്നുന്നുണ്ട്. കാരണം അത്രയും ഗംഭീര സിനിമ ആയതുകൊണ്ടല്ല, അത്യാവശ്യം ചിരിക്കുകയെങ്കിലും ചെയ്യാം. 2 മണിക്കൂർ താഴെയുള്ളൂ. ചുമ്മാ ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഹ്യൂമറൊക്കെ വർക്കൗട്ട് ആയിട്ട്, സെക്കൻഡ് ഹാഫിൽ ചിലയിടത്തൊന്നും ഡൗൺ ആവുന്നുണ്ട്. കാരണം ഈ എങ്ങോട്ട് നീങ്ങാനുള്ള കഥയോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചൊന്ന് വട്ടം കറങ്ങി. പക്ഷെ അവസാനം എല്ലാത്തിലും പോയില്ല ശുഭപര്യവസാനിയായിട്ട് അവസാനിക്കണം. അതൊക്കെ പ്രഡിക്റ്റബിൾ തന്നെ ആയിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡീസൻറ്റ് വാച്ചാണ്, ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറേ ലാഫിംഗ് മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. കണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.